ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് കപ്പ് കേക്ക് ഈസി ആയിട്ട് ഓവൻ ഇല്ലെങ്കിൽ, ബീറ്റർ ഇല്ലെങ്കിൽ, ബ്ലെൻഡർ ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടൊരു കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ രണ്ട് കളേഴ്സ് അല്ലേ, രണ്ട് കളറിൽ കാണുന്നുണ്ട്, രണ്ട് ടൈപ്പ് കപ്പ് കേക്കാണ്. അപ്പം ഒരേ ബാറ്റർ വെച്ചിട്ട് എങ്ങനെയാണിത് രണ്ട് ടൈപ്പ് ആയതെന്ന് നമുക്ക് കാണാം. ഏത് രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് എന്നും കൂടി അറിയാനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് അധികം വെച്ച് താമസിപ്പിക്കേണ്ട. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ കപ്പ് കേക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം എടുക്കാൻ പോണത് മുട്ടയാണ്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൗൾ എടുക്കണം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ടേ, അതിന് പറ്റിയ ഒരു ബൗൾ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി മുട്ട ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കർഡ് എടുത്തോളൂ, ഒരു 1/2 കപ്പ് കർഡ് എടുത്താലും മതി. അപ്പോൾ രണ്ടും സെയിം തന്നെ, ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ക്വാറൻറ്റൈൻ ഡേയിലെ ബർത്ത്ഡേ ടൈമിൽ ഞാൻ കർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ ടൈപ്പ് കേക്കല്ല കേട്ടോ, വേറെ ടൈപ്പ് കേക്കായിരുന്നു. പക്ഷേ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ കർഡ് എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട, ഓവൻ ഇല്ലയെന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട, എന്താ പറയുക, ഹാൻഡ് ബ്ലെൻഡർ, നമ്മുടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ ബ്ലെൻഡർ ഇല്ലയെന്ന് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട, ഫോർക്ക് മതി. ഫോർക്ക് ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, നമുക്ക് സ്പൂൺ, നമ്മുടെ സാധാരണ നോർമൽ ഒരു സ്പൂൺ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്യുന്നതിൽ മാത്രമാണ് അതിൻ്റെ എല്ലാ ടേസ്റ്റും ഇരിക്കുന്നത്, അല്ലാതെ ഇന്ന സാധനം കൊണ്ട് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടായാലും മതി കേട്ടോ, നന്നായിട്ട്. അപ്പോൾ നമുക്ക് മുട്ട അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് പതപ്പിച്ച് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അധിക സമയമൊന്നുമില്ല, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോണത് പഞ്ചസാരയാണ്. ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ടോട്ടലി ഞാൻ ചേർക്കുന്നത് 3/4 കപ്പ് പഞ്ചസാരയാണ്. ഇതിപ്പോൾ 1/2 കപ്പിൻ്റെ കപ്പിലെടുത്ത് വെച്ചിടുന്നുള്ളൂ. അപ്പോൾ ഇത് 1/2 കപ്പിൻ്റെ ആണ്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ ചേർത്തിരിക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പും കൂടി. അപ്പോൾ ടോട്ടൽ 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാരയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 കപ്പിൽ എടുത്ത് വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അളവ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചെന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഈ പഞ്ചസാര, തരിയുള്ള പഞ്ചസാര എടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം അതിന് നമുക്കൊരു മനസ്സിലാവും, എങ്ങനെ മിക്സ് ചെയ്യുന്ന ആ ഒരു രീതി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ തരി നന്നായിട്ട് അലിയണം. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് അലിഞ്ഞിട്ട് ആ പഞ്ചസാരേൻ്റെ ഒരു തരി പോലും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് അലിയുന്നത് വരെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. എനിക്ക് തോന്നുന്നു ഒരു 6 to 7 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് അലിയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അലിയുന്നത് വരെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പതഞ്ഞൊരു, എന്താ പറയുക, ഒരു നല്ലൊരു ടെക്സ്ചറിലെത്തും. അപ്പോൾ അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാ നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലൊരു മിക്സ് ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഒരു ക്രീം പരുവത്തിന് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഒരു 6 മിനിറ്റിനുള്ളിൽ തന്നെ ആവും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ആയിക്കോളും. അപ്പോൾ ഇനി ഞാനിതിനകത്തിലേക്ക് ചേർക്കാൻ പോണത് 1 കപ്പ് മൈദയാണ്. മൈദ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അരിച്ച് എടുത്ത മൈദ ഒന്നും അല്ല, ജസ്റ്റ് അങ്ങനെ തന്നെ എടുത്തതേ ഉള്ളൂ. 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇത് 240 ml കപ്പാണ് കേട്ടോ. അതിൻ്റെ അതിൽ നിന്ന് 1 കപ്പ് മൈദയാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടിയെല്ലാം ആ മുട്ടയും കൂടി നന്നായിട്ട് ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ജസ്റ്റ് 1 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ്, അത് നല്ലൊരു ബാറ്ററായിട്ട് വരും. അപ്പോൾ അധികം ഞാനിപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ, ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ മുട്ടയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സായി കിട്ടിയാൽ തന്നെ ബാക്കിയെല്ലാം ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തിലേക്കാവുമ്പോൾ ഈ മൈദയും ഇതെല്ലാം കൂടി പെട്ടെന്ന് മിക്സായി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ബാറ്റർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആദ്യമേ.
അതാരും മറക്കരുത്. അപ്പോൾ അതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് 1 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടില്ലേ, ഒരു ക്രീമായിട്ട് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത് 1/4 കപ്പ് കോഫി പൗഡറാണ്. 1/4 കപ്പിൻ്റെ ആണ് കേട്ടോ, 1/4 കപ്പ് കോഫി പൗഡർ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ചേർത്തിട്ട് അതും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുക. അപ്പോൾ ഇതും അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ആ ബ്ലെൻഡറിൽ തന്നെ ചെയ്താൽ മാത്രമേ നല്ല നല്ല കേക്ക് ഉണ്ടാവൂ എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെയ്താലും നന്നായിട്ട് തന്നെ കിട്ടും. നമ്മൾ ആ അതായത് നമ്മളിത് മിക്സ് ചെയ്യുന്നതിൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും സോഫ്റ്റ്നെസ്സും ഒക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ചേർക്കുന്ന ആ ക്വാണ്ടിറ്റി, അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. അതിൻ്റെ ഒരു 1/4 കപ്പാണ് ചേർത്തത്. അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ അതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ല, എനിക്ക് ആ മുട്ടയും പഞ്ചസാരയും കൂടി മിക്സ് ആയപ്പോൾ തന്നെ നല്ലൊരു ക്രീമായി കിട്ടി. അതിനുശേഷം ചേർത്തപ്പോഴെല്ലാം നമുക്ക് അധികം മിക്സ് ചെയ്യേണ്ടി വരണില്ല. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതുകൊണ്ട് ബാക്കിയെല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ സ്റ്റെപ്പ് നന്നായിട്ട് ചെയ്യണം, അന്നേരം ബാക്കിയെല്ലാം ഓക്കെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് ചേർക്കാൻ പോണത് ഇതിപ്പോൾ 1/2 കപ്പ് ഓയിലാണ് കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കി ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ്, ആ പഞ്ചസാര അതായത് ആ ഷുഗർ ചേർക്കുമ്പോൾ നമ്മൾ 3/4 കപ്പാണ് ചേർത്തിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കോഫി പൗഡറാണ് എടുത്തത്. കോഫി പൗഡർ എടുത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ 3/4 കപ്പ് പഞ്ചസാര ചേർത്തത്. അല്ലെങ്കിൽ നോർമലി ഇപ്പം കൊക്കോ പൗഡറൊക്കെ ആണെങ്കിൽ ഒരു 1/2 കപ്പ് മതിയാവും കേട്ടോ. നോർമൽ ലെവലിൽ 1/2 കപ്പ് മതി. ഇതിപ്പോൾ കോഫി പൗഡർ ആയതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്തു എന്നേ ഉള്ളൂ. കാരണം കോഫി പൗഡറിന് ഒരു ഒരു കുത്തലില്ലേ ഒരു ടേസ്റ്റിന്. അപ്പോൾ അതിൻ്റെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇത്തിരി അധികം ചേർത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇത് സൂപ്പറാണ്, ഈ ടേസ്റ്റിന് ഇതൊക്കെയാണ് കേട്ടോ. ഈ പെർഫെക്റ്റ് ആണ് ഈ പഞ്ചസാര. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനിയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള മിക്സിങ് പരിപാടി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ ടൈം എടുത്ത് ചെയ്യണം. ഇതാദ്യം ആ എണ്ണ ഇതും കൂടി മിക്സായി കിട്ടാൻ ഒരിത്തിരി ടൈം എടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ഓയിലും ഇതും കൂടി മിക്സായി വരാൻ ഇത്തിരി ടൈം എടുക്കും. സാരമില്ല, കുഴപ്പമില്ല. ബാക്കി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ 10 മിനിറ്റ് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല മിക്സായി. ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ കപ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് 75 പീസുള്ള പേപ്പർ കപ്പാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിനകത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പേപ്പർ കപ്പൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എല്ലാ കപ്പിലും ഇത്തിരി ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തേച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പേപ്പർ കപ്പിൽ എല്ലാത്തിലും ഞാനൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ബാറ്റർ കുറേശ്ശെ എല്ലാ പേപ്പർ കപ്പിലും കൂടി ആക്കുക. ഇനിയിപ്പോൾ സ്പൂണ് ഉപയോഗിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ കട്ടിയുള്ള കവറില്ലേ, കവർ എടുത്തിട്ട് അതിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേശ്ശെ എല്ലാ പേപ്പർ കപ്പിലും ഒഴിച്ചു കൊടുക്കണം. ഒരു 7 പേപ്പർ കപ്സിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു പ്ലേറ്റ് എടുക്കുക, നമ്മുടെ ചോറൊക്കെ ഉണ്ണുന്ന പ്ലേറ്റില്ലേ, ഒരു പഴയ ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കപ്സും അതിനകത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പം കുറച്ച് ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്തിരി കൂടിപ്പോയി, ഒഴിച്ച സാധനം ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഒരു ഹാഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ച് ഒഴിച്ചത് ഒരു ഹാഫിനേക്കാൾ മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പൊങ്ങി വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ഡൗട്ടുണ്ട്, കാരണം ഇത്തിരി ഒന്ന് കൂടിപ്പോയി. അപ്പോൾ അടുത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി കുറച്ചാണ് ഒഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ആ പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ ഒരു കടായിയോ അതേപോലുള്ളൊരു പാത്രം വെച്ച് ചൂടാക്കുക കേട്ടോ, സ്റ്റൗവിൽ വെച്ച് ഓൺ ചെയ്യുക. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. മാറ്റിയതിന് ശേഷം ഇത് ഞാൻ വെച്ചിരിക്കുന്നില്ലേ, അതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റ് അതിനകത്തിലേക്ക് വെച്ച് കൊടുത്ത് ക്ലോസ് ചെയ്യുക. അപ്പം നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ ടൈം ശ്രദ്ധിച്ചു വേണം. ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അത് 20 മിനിറ്റ്സ്, കറക്റ്റ് 20 മിനിറ്റ്സ് ആകുമ്പോൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇതപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കി. അപ്പോൾ ജസ്റ്റ് ഞാൻ പറയില്ല, അതൊന്ന് കൂടുതലായിപ്പോയി, നമ്മൾ ഒഴിച്ചു വെച്ചത് കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ അത് പൊങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, എല്ലാം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ കാണിച്ചിട്ട് കണ്ടില്ലേ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. 20 മിനിറ്റ്സാണ് എടുത്തിരിക്കുന്നത്, കറക്റ്റ് 20 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റിക്കുക. ഇനി നമുക്ക് അടുത്ത ലെയർ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്തതിനകത്ത് ഞാൻ അത്ര ഒഴിച്ചിട്ടില്ല, അതിനേക്കാളും കുറച്ച് ഒരു അരയുടെ താഴെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു കടായി വയ്ക്കുക. പക്ഷേ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കാണ് ഞാൻ ആ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ പ്ലേറ്റ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. സൂക്ഷിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ, കയ്യൊന്നും പൊള്ളരുത്. അപ്പോൾ അത് നേരത്തേനേക്കാൾ കണ്ടില്ലേ, കുറച്ചിട്ടുണ്ട് ഞാൻ, ക്വാണ്ടിറ്റി കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് പൊങ്ങി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതും കറക്റ്റ് 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ അത് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ബാക്കി കുറച്ച് ബാറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ ഞാനത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്, കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് വേറൊരു കുഞ്ഞ് കേക്കായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. നമ്മുടെ കേക്ക് ഒരു 15 മിനിറ്റ്സിനോട് അടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മറ്റേത് ഇതേപോലെ പൊങ്ങി വന്നായിരുന്നു കേട്ടോ, പക്ഷെ അത് ഇത്തിരി കൂടിപ്പോയതുകൊണ്ട് പുറത്തേക്ക് കുറച്ച് ഒഴുകിപ്പോയിരുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുട്ടികൾക്ക് കുഞ്ഞ് കേക്ക് വേണമെന്ന് വെച്ചിട്ട് അതിനകത്ത് എടുത്തതാണ് കേട്ടോ. അതിനകത്ത് എടുത്ത് വെച്ചിട്ട് അത് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അത് മാറ്റിയതാണ്. ബാക്കി ഇത്രയും കൂടി ഉള്ളായിരുന്നു ബാറ്റർ. അപ്പോൾ നമ്മുടെ കേക്ക് 20 മിനിറ്റ്സ് ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തണുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കെടുത്ത് നോക്കാം എങ്ങനെയാണ്. രണ്ടിൻ്റെയും ടേസ്റ്റ് അറിയണ്ടേ, രണ്ട് കേക്കിലും ഏതിനാണ് കൂടുതൽ ടേസ്റ്റ്, ഏതാണ് സോഫ്റ്റ്, ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കാം. രണ്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ രണ്ട് കപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല കളറുണ്ട്, നല്ല കോഫി കളറുണ്ട്, നന്നായിട്ട് കളറ് വന്നിട്ടുണ്ട്. പക്ഷെ അത്ര ഞാൻ പറഞ്ഞില്ല, പൊങ്ങിയതായിരുന്നു, ഇത്തിരി കൂടുതലായപ്പോണ്ട് പുറത്തേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് അതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ കേക്ക് അതും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ നല്ല കഴിക്കാൻ തോന്നുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് രണ്ടിലും ഏതാണ് ബെറ്റർ എന്ന് നോക്കണം. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ട്. അതിൻ്റെ പേപ്പർ കപ്പ് ഒന്ന് മാറ്റി നോക്കാം എങ്ങനെയുണ്ട്, സാധനം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ, അതിൻ്റെ അകം എങ്ങനെ വെന്തോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ നമുക്കത് നോക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കണ കപ്പ് കേക്കിൻ്റെ അതേ ഒരു ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കണം. കാണുമ്പോൾ കണ്ടില്ലേ, അകത്തുനിന്ന് പൊളിക്കുമ്പോഴും അതേ നന്നായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ കപ്പ് കേക്ക് പോലെ തന്നെയാണ് അകം ഇരിക്കണം. അല്ലാണ്ട് നമ്മൾ കടായി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത കേക്കാണെന്ന് ഒരിക്കലും പറയില്ല. അതേപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അകത്ത് നോക്കിയാൽ തന്നെ അറിയാം, എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റാക്കാം. നമ്മൾ ഓവനകത്തിലൊക്കെ വെച്ച് ഉണ്ടാക്കണ കേക്ക് പോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മാത്രമല്ലോ, മറ്റേതും കൂടി അറിഞ്ഞാലല്ലേ നമുക്ക് ഏതാണ് നല്ലതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി മറ്റേ കപ്പ് കേക്ക് ഒന്ന് എടുത്ത് നോക്കാം, ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം, ഏതാണ് നല്ലതെന്ന് അറിയണമല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര അടിപൊളിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ടിരിപ്പുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്. ഞെക്കുമ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട്, അത്ര നന്നായിട്ട് സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ച് നോക്കണം. കണ്ടില്ലേ, ഇതും പൊളിച്ച് നോക്കുമ്പം കാണാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതും നമ്മൾ കടായിലുണ്ടാക്കുകയാണെന്ന് കണ്ടാൽ പറയില്ല, അത്ര നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അകമൊക്കെ അതേപോലെ നമ്മൾ ഓവനകത്ത് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഭയങ്കര സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ച് നോക്കണം. നമ്മൾ ഞെക്കുമ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട്, പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തിരിച്ച് അത് നോർമലി നേരത്തെ ഇരുന്ന പോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതും കൂടി ഒന്ന് കഴിച്ച് നോക്കട്ടെ. കഴിച്ച് നോക്കി, എനിക്ക് ഇഷ്ടമായിട്ടോ, സൂപ്പറാണ്.
ഞാനിപ്പോൾ രണ്ടും കഴിച്ചു നോക്കി എനിക്കിഷ്ടമായി, രണ്ടും ഇഷ്ടമായിട്ടോ. രണ്ടിനും രണ്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റാണ്, ആ പൊങ്ങി വന്നില്ലേ അത് ഭയങ്കര സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. അകൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് നമ്മൾ പുറത്തൊക്കെ വാങ്ങിക്കുന്ന കേക്ക് പോലെ തന്നെ ആയിട്ടുണ്ട്. മറ്റേതും അതേപോലെ തന്നെ, പക്ഷേ ഒരു പൊടിക്ക് മധുരം കൂടുതൽ നമ്മൾ ആ വെള്ളം ഒഴിക്കാണ്ട് എടുത്ത ഈ സാധനത്തിനാണ് കേട്ടോ. പൊടിക്ക് മധുരം കൂടുതലെന്നല്ല, എനിക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട്, അതായത് പുറത്തുനിന്ന് കിട്ടുന്ന കപ്പ് കേക്കിൻ്റെ അതേ ടേസ്റ്റ് എന്ന് ഫീൽ ചെയ്തത് അതാണ്. പക്ഷേ ഈ കേക്ക് കറക്റ്റ് ഒരു കപ്പ് കേക്കിൻ്റെ ടേസ്റ്റ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു കപ്പ് കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടിയത് ഇതിനാണ് കേട്ടോ. പക്ഷേ മറ്റേത് ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര എന്താ പറയുക, കുറച്ച് മധുരം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മറ്റേതിനേക്കാളും കുറച്ച് മധുരം കുറവായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് ആ സോഫ്റ്റായിട്ടുള്ള കപ്പ് കേക്കാണ് കേട്ടോ. അപ്പം എനിക്കും ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടത് മറ്റേ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് എടുത്ത ആ കപ്പ് കേക്കാണ്. കുറച്ചും കൂടി കളറുള്ള കപ്പ് കേക്കാണ്. കുറച്ച് എന്താ പറയുക, പുറത്തുനിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ഫീൽ ചെയ്തത് ആ കപ്പ് കേക്കാണ്. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് ആ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കപ്പ് കേക്കാണ് കേട്ടോ. കാരണം അത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു വെച്ചാൽ ഭയങ്കര സോഫ്റ്റ്നെസ്സാണ്, ഭയങ്കര സോഫ്റ്റ്നെസ്. അത് നമ്മൾ ആ മിക്സ് ചെയ്തതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിലല്ല, എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടില്ലേ, രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയ കുഞ്ഞു ടേസ്റ്റിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു കോഫി ലവർ ആയതുകൊണ്ട് ഞാൻ കോഫി വെച്ച് ഉണ്ടാക്കിയെടുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കോഫീൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ടോ നല്ലൊരു വ്ളോഗായിട്ടോ വീണ്ടും കാണാം. ബായ്, താങ്ക് യു.